നമസ്കാരം. ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ. യുവാക്കളുടെ ശബ്ദമായി, പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ശബ്ദമായി രമ്യ പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. കേന്ദ്രത്തിൽ നിന്നും BJPയെ പുറത്താക്കി മതേതര സർക്കാരിനെ ഉണ്ടാക്കുന്നതിനായി കേരളത്തിൽ ആം ആദ്മി പാർട്ടി UDFനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതിനുപരി ഒട്ടനവധി ജനകീയ വിഷയങ്ങളിൽ യുവാക്കളുടെ വിഷയത്തിൽ ഇടപെടുന്ന സന്നദ്ധ പ്രവർത്തക എന്ന നിലയിൽ കേരളത്തിനകത്തും പുറത്തും ഒരുപോലെ സുപരിചിതയായ രമ്യ വളരെ ബഹുമാനം അർഹിക്കുന്ന യുവതിയാണെന്നും അവർ പാർലമെന്റിൽ എത്തണമെന്നു തന്നെയാണ് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ തന്റെ ആഗ്രഹമെന്നും CR നീലകണ്ഠൻ അറിയിച്ചു. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പിന്താങ്ങുന്നതിന് ആം ആദ്മി പാർട്ടി ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം കേന്ദ്രത്തിൽ നിന്ന് BJP സർക്കാരിനെ പുറത്താക്കുക, ഒരു മതേതര സർക്കാർ ഉണ്ടാക്കുക എന്നതാണ്. ആ അർത്ഥത്തിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പാർലമെന്റിൽ എത്തണം എന്ന് ആം ആദ്മി പാർട്ടി കരുതുന്നു. അതിനുമപ്പുറം ഒട്ടനവധി ജനകീയ വിഷയങ്ങളിൽ, യുവാക്കളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന സന്നദ്ധ പ്രവർത്തക എന്ന അർത്ഥത്തിൽ രമ്യ കേരളത്തിലും കേരളത്തിന് പുറത്തും സുപരിചിതയാണ്. അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെയേറെ ബഹുമാനത്തോടെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവതി ഇന്ത്യൻ പാർലമെന്റിൽ യുവാക്കളുടെ ശബ്ദമായി, പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ, ആദിവാസികളുടെ, ദളിതരുടെ, മറ്റ് വിഭാഗങ്ങളുടെ ശബ്ദമായി വരണം. പാരിസ്ഥിതികമായ വിഷയങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു പാർലമെന്റ് അംഗം കേരളത്തിൽ നിന്നുണ്ടാകണം എന്ന വളരെ വലിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് രമ്യ ഹരിദാസിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും നൽകുന്നു. വിജയിച്ചു വരട്ടെ. ജയ് ഹിന്ദ്. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് നിരവധി പിന്തുണകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം അവരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി ആയതിനാൽ തന്നെ അവർക്ക് പ്രചാരണത്തിലുള്ള പണം ഏകദേശം 50 ലക്ഷത്തോളം രൂപ ഇപ്പോൾ സമാഹരിച്ചു കഴിഞ്ഞു. നിരവധി പേരാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പ്രചാരണത്തിനായുള്ള തുക നൽകിയത്. വലിയ സ്വീകാര്യത തന്നെയാണ് അവർക്ക് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ലഭിക്കുന്നതെന്നാണ് ആലത്തൂരിലെ പ്രചാരണ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടി എന്ന പേരോടുകൂടി തന്നെയാണ് ആലത്തൂരുകാർ, കേരളം തന്നെ രമ്യയെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും രമ്യ ജയിക്കും എന്ന ധ്വനികൾ തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉയർന്നു കേൾക്കുന്നത്. ആലത്തൂരിനു പുറമെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം രമ്യ വളരെ സുപരിചിതയായി കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളും രമ്യ ഹരിദാസ് കീഴടക്കിയിരിക്കുകയാണ്. രമ്യ ജയിക്കണം എന്നുള്ള ആവശ്യവുമായി ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും രമ്യയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്.